ഇന്നത്തെ ഈ വീഡിയോയിൽ സ്പെക്ട്രോസ്കോപ്പിയുമായി ബന്ധപ്പെട്ട് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. അതിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി? അതിന്റെ ആൻസർ വരിക, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് absorption of light by a sample leads to change in energy levels of the electrons. Next question, which of the following region of the electromagnetic spectrum are typically used in UV visible spectroscopy? UV visible spectroscopy ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ റേഞ്ച് 200 to 700 നാനോമീറ്റർ ആണ്. അതിൽ 200 മുതൽ 400 വരെ അൾട്രാവയലറ്റും 400 to 700 വിസിബിളും ആണ്. അതിന്റെ രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. UV visible spectroscopy, what does a peak in the absorption spectrum corresponds to? Wavelength at which the sample absorbs light. വേവ്ലെങ്തിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ പീക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്, നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി? തന്നിരിക്കുന്ന ഓപ്ഷനിൽ വാട്ടർ, മെത്തനോൾ, അസറ്റോൺ ഇതെല്ലാം ഉപയോഗിക്കും. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ബീർ-ലാംബേർട്സ് ലോ റിലേറ്റ്സ് which two parameters in UV visible spectroscopy? Absorbance and concentration. ബീർ-ലാംബേർട്സ് ലോ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് അബ്സോർബൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ എന്നാണ്. എപ്സിലോൺ CL എന്നാണ് അതിന്റെ ഇക്വേഷൻ വരിക. ഇവിടെ അബ്സോർബൻസും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. Next question, in UV visible spectroscopy, what kind of transition are commonly observed? Electronic transition. അതായത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ബിറ്റ്വീൻ മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് UV visible spectroscopyയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. Then seventh question, which of the following factors can affect the absorption spectrum of a molecule? Options, temperature, pH of the solution, solvent used, and all of the above. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. Then next question, in UV visible spectroscopy, what is the purpose of a blank or reference sample? To subtract the absorption due to the solvent and other components. What type of electronic transition are typically observed in UV visible spectroscopy for organic compounds? 4 തരത്തിലുള്ള ട്രാൻസിഷൻ ഉണ്ട്. സിഗ്മ, സിഗ്മ സ്റ്റാർ, പൈ, പൈ സ്റ്റാർ, N സിഗ്മ സ്റ്റാർ, N പൈ സ്റ്റാർ, അങ്ങനെ 4 തരത്തിലുള്ള ട്രാൻസിഷൻ വരുന്നുണ്ട്. all of the above. Then last question, which of the following is a key limitation of UV visible spectroscopy? It cannot differentiate between different types of bonds in molecules.